സർ, അഖില എന്ന് പറയുന്നതിനേക്കാൾ ആളുകൾക്ക് കൂടുതൽ മനസ്സിലാവുന്ന ഒരു പേരാണ് ഹാദിയ. അഖിലയിൽ നിന്ന് ഹാദിയയിലേക്കുള്ള ദൂരം വളരെ വലുതായിരുന്നു. അതായത് ഇസ്ലാമിസ്റ്റുകൾ അവർക്ക് വേണ്ടി അവരുടെ മതത്തിലേക്ക് പറിച്ചു നടപ്പെട്ട ഒരു ഹിന്ദു പെൺകുട്ടി, അതാണ് അഖില എന്ന് പറയുന്ന ഇപ്പോ ഹാദിയായി മാറിയ ഒരു പെൺകുട്ടി. അമ്മ മരിച്ചു. അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ കുറെ ആളുകൾ ചേർന്ന് തടഞ്ഞു വെച്ചു, വിട്ടില്ല. അല്ലെങ്കിൽ അവൾ വീണ്ടും പഴയ രീതിയിലേക്ക് പോകുമോ എന്നുള്ള ചിലരുടെയൊക്കെ ഭയം. എന്താണ് സാർ ഇവിടെ സംഭവിക്കുന്നത്? സ്വന്തം അമ്മ മരിച്ചാൽ പോലും കാണാൻ കഴിയാത്ത രീതിയിൽ ഈ പെൺകുട്ടികളൊക്കെ അടയ്ക്കപ്പെട്ടിരിക്കുകയാണോ? ആരുടെയൊക്കെ കയ്യിലെ ചട്ടുകങ്ങളായി മാറുകയാണോ? നൊന്തുപറ്റ് മുലയൂട്ടി വളർത്തിയ അമ്മ അവരുടെ അവസാന നാടുകളിൽ അവരുടെ അന്ത്യാഭിലാഷമെന്ന് പറയുന്ന സ്വന്തം മകളെ ഒരു നോക്ക് കണ്ടിട്ട് വേദനകളില്ലാത്ത ലോകത്തിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. വളരെ വേദനയുണ്ട് ഇത് കേൾക്കുമ്പോൾ. എന്നിട്ട് താണ് വീണ് അവരുടെ പണം വാങ്ങാനോ മറ്റെന്തെങ്കിലും ശുശ്രൂഷ കിട്ടാനോ വേണ്ടിയായിരുന്നു. ഒരു നോക്കെൻ്റെ മകളെ ഒന്ന് കാണാനുള്ള അമ്മയുടെ അവകാശത്തെ പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള മതദേഹങ്ങൾ, മതചങ്ങലകൾ മൂടിയിരിക്കുന്ന മാറാലകളുള്ള ഒരു വിശ്വാസ സംഹിത. എന്തിനാണ് അതിന് മതമെന്ന് നമ്മൾ പേരിടുന്നത്? ആരുടേതായാലും ശരി. ഇതാണോ ഇസ്ലാം മതമെന്ന് പറയുന്നത്? സമാധാനത്തിൻ്റെ മതമെന്ന് പറയുന്ന പരമകാരുണികനായ പ്രവാചകൻ്റെ മതമെന്ന് പറയുന്ന ഇതാണോ നിങ്ങൾ ആ അമ്മയോട് കാണിക്കുന്ന കാരുണ്യം? ഇത് മതത്തിൻ്റെ പ്രശ്നമല്ല. ആ മതത്തെ ഫണ്ടമെൻ്റലിസമാക്കി അതിനെ റാഡിക്കലൈസ് ചെയ്യുന്ന ചില ശക്തികളുടെ പ്രേരണയാണ്. ആ ശക്തികൾ കേരളത്തിൽ വളരെ പ്രവർത്തന സജ്ജമാണ്. അതിനനുകൂലമായിട്ടുള്ള അന്തരീക്ഷം ഇവിടുത്തെ ഭരണകൂടങ്ങളും ഇവിടുത്തെ കുറേ പ്രതിഭാശാലികളെന്ന് അവകാശപ്പെടുന്ന ആൾക്കാരും ചേർന്ന് സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ സമഗ്രമായിട്ട് അപഗ്രഥിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ കല്യാണം കഴിക്കുന്നതിനോ മറ്റു മതങ്ങളിലേക്ക് ആളുകളെ കല്യാണം കഴിക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നവുമില്ല. അവിടെ പക്ഷേ പെൺകുട്ടിയുടെ ആഗ്രഹങ്ങൾക്ക് പോലും വിരുദ്ധമായിട്ടുള്ള മതിലുകൾ നിർമ്മിക്കുന്നതാണ്. നമ്മൾ കണ്ടു, കോതമംഗലത്തുള്ള ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ഒരു മുസ്ലിമിനെ വിവാഹം ചെയ്തു. വിവാഹം കഴിച്ചു കഴിഞ്ഞ് അവളുടെ മതം മാറണം, വിശ്വാസം മാറ്റണമെന്ന് പറഞ്ഞ് വീട്ടിനകത്തിട്ട് പൂട്ടി പീഡിപ്പിച്ചു, ഘോരമായിട്ട് പീഡിപ്പിച്ചു. പീഡനങ്ങളില്ലാത്ത ലോകത്തിലേക്ക് അവൾക്ക് സഞ്ചരിക്കേണ്ടി വന്നു. ഇതുപോലെ തന്നെ നോക്കൂ, നിങ്ങൾ എത്ര രക്തസാക്ഷികളെയാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര പേരെ ഇങ്ങനെ രക്തസാക്ഷികളായി സൃഷ്ടിക്കുന്ന പരിപാടി തുടരാൻ കഴിയും നിങ്ങൾക്ക് എന്താ? ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റില്ലേ? ഒരു മനുഷ്യനെ മതദേഹമായി മാത്രമേ കാണാൻ പറ്റൂ എന്നുള്ളിടത്താണ് പ്രശ്നം. സ്വയം മതദേഹങ്ങളാവുന്നതിൽ ആർക്കും ഒരു വിരോധമില്ല. നിങ്ങൾ പർദ്ദയിടൂ, മറ്റെന്ത് വേണമെങ്കിലും ഇട്ടു, ഹിജാബ് ഇട്ടോളൂ, എന്ത് വേണമെങ്കിലും ഇട്ടു. നിങ്ങൾ മലയാളത്തിൽ പറയേണ്ട നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ പറഞ്ഞു, അറബിക്കിലോ നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിലോ പറഞ്ഞു, പരസ്പരം അഭിവാദ്യം ചെയ്തു. ആരിനൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. ബാബറി പള്ളി വീണ്ടും പുനഃസൃഷ്ടിച്ചു, അതിലും പ്രശ്നമില്ല. പക്ഷെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനുള്ള കഴിവുണ്ടാവണം. മനുഷ്യൻ കഴിഞ്ഞേ ഉള്ളൂ മതം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങളും മനുഷ്യനും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു. ആ മനസ്സാണ് ഇവിടെ പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സ് പങ്കുവെച്ചാൽ കുഴപ്പമില്ല, മനസ്സ് കീറി മുറിക്കുകയാണ്. ഇന്ത്യയെ കീറി മുറിച്ചതുപോലെ മനസ്സിനെ കീറി മുറിക്കുകയാണ്. ദുഷ്ടമതമാണ്, ദുഷ്ട അഭിപ്രായമാണിത്. മതത്തിൻ്റെ പേരിൽ ഇത് ചെയ്യുന്നത് മതത്തോട് ചെയ്യുന്ന ബാധകമാണ്. കാരണം മതം പറയുന്നത് ശരിയായിട്ട് മനസ്സിലാക്കാതെ മതത്തിൻ്റെ അനുശാസനങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. അതിൽ തെറ്റുകളുണ്ടെങ്കിൽ അതിൽ കാലഘട്ടത്തിനനുസരിച്ച് തിരുത്തപ്പെടണം. അതിൽ പറഞ്ഞിരിക്കുന്ന തെറ്റുകൾ ആവർത്തിക്കുകയല്ല മനുഷ്യൻ ചെയ്യേണ്ടത്. സ്വന്തം ബുദ്ധിശക്തി ദൈവം തന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, അല്ല പിന്നോട്ട് സഞ്ചരിക്കുന്ന പശ്ചാത്ഗമനം നടത്താൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് ഏത് കോമൺ സെൻസ് ഉള്ള മനുഷ്യനും അറിയാം. അല്ലെങ്കിൽ ഭ്രാന്താണത്. അതിനെയാണ് നമ്മൾ മതഭ്രാന്തെന്ന് വിളിക്കുന്നത്. കല്യാണം കഴിക്കുന്നതിനോ പ്രേമിക്കുന്നതിനൊന്നും ആരും എതിരല്ല. അത് ഒരു മതത്തിൻ്റെ എണ്ണം പെരുകി കൂട്ടാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തിലാകരുത്, ഡെമോഗ്രഫി കൂട്ടാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തിലാകരുത്. അത് തീവ്രവാദത്തിന് വളം ചേർക്കാനുള്ള തീവ്രവാദ പ്രവർത്തനം നടക്കുന്ന മണ്ണിൽ പോയിട്ട് അതിൻ്റെ സൈനികരാകാനുള്ള ലക്ഷ്യത്തിലേക്കാവരുത് പോകുന്നത്. സ്വന്തം വിശ്വാസ പ്രമാണമനുസരിച്ച് ആര് മതം മാറുന്നതിന് ഇവിടെ ഒരു പ്രശ്നമില്ല. അടിച്ചേൽപ്പിക്കപ്പെടാനുള്ളതല്ല മതം. ആദ്യം കണ്ണും കാതും ഒക്കെ കാണിച്ച് പ്രേമിച്ച് സ്നേഹവും ഒക്കെ കാണിച്ച് കൊണ്ടുപോവുക, എന്നിട്ട് നിർബന്ധിച്ച് അടിച്ചു പിടിച്ച് ആ സ്നേഹമെല്ലാം വെറുപ്പാക്കി മാറ്റിക്കൊണ്ട് മതം മാറ്റുക, പീഡിപ്പിക്കുക, മരണത്തിലേക്ക് കൊണ്ടുപോവുക.
എന്താണിത്? ഇതാണോ സ്നേഹത്തിൻ്റെ മതമെന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ സ്നേഹമെന്ന് പറയുന്നത് നമുക്ക് ആർക്കും സ്വീകരിക്കാനാവാത്ത ഒന്നാണ്. ആ സ്നേഹം ഇങ്ങനെയുള്ളതാണ് സ്നേഹമെങ്കിൽ എല്ലാ മതചിഹ്നങ്ങളും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മതത്തിലേക്ക് കൊണ്ടുവരിക, മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ല ഇവിടെ നടക്കുന്നത്. ഇത് എല്ലാവിധ മനുഷ്യത്വങ്ങളുടെയും മാനുഷിക മൂല്യങ്ങളുടെയും നിഷേധമാണ്, ക്രൂരമായ നിഷേധമാണ്. ഒരു അമ്മ എന്ന് പറയുന്ന ലോകത്ത് സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന അമ്മ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. അമ്മയെപ്പോലെ സ്വന്തം മക്കളെ സ്നേഹിക്കുന്നവരാരുമില്ല സാധാരണഗതിയിൽ. അസാധാരണഗതിയിൽ മാത്രമേ അല്ലാതുണ്ടാവൂ. എന്താ പറഞ്ഞിരിക്കുന്ന മറുപടി? അവർക്ക് അങ്ങനെ ഒരു അമ്മയില്ലെന്ന്. ആ അമ്മയെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങളവിടെ പ്രേമിച്ച് അവരുടെ ശരീരഭംഗികൾ കണ്ടിട്ട് ആസ്വദിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഒരമ്മ എന്ന് പറയുന്നതിൻ്റെ അസ്തിത്വത്തെ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? അത് അനശ്വരമായിട്ടുള്ള ഒന്നാണ്, ജന്മപരമ്പരകളിലൂടെ തുടരുന്ന ഒന്നാണ്, വലിയൊരു ജീൻ പൂളിൻ്റെ തുടർച്ചയാണ്. DNA, അങ്ങനെയാണ് DNA ഉണ്ടാവുന്നത്. സ്നേഹത്തിൻ്റെ DNA ചങ്ങലയാണ് നമുക്ക് വേണ്ടത്, അല്ല മതത്തിൻ്റെ ചങ്ങലയല്ല നമുക്ക് വേണ്ടത്. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. മദ്രസകളിൽ വിദ്യാഭ്യാസം അനുഷ്ഠിച്ചിട്ട് പ്രക്ഷാളനം നടന്ന ബുദ്ധിയുമായിട്ട് നടക്കുന്ന ആൾക്കാരോട് ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉമർ നബിയെപ്പോലുള്ള ആൾക്കാരോട് ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവൻ്റെ തല നിറയെ ഇരിക്കുന്നത് മതത്തിൻ്റെ ചങ്ങലകളാണ്, മതത്തിൻ്റെ നാഡീവ്യൂഹങ്ങളാണ്, മതത്തിൻ്റെ പത്മവ്യൂഹങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. മറ്റവനെ എങ്ങനെ കൊല്ലാമെന്നുള്ളതാണ് അവൻ്റെ ഓരോ ന്യൂറോൺസും ഓരോ നിമിഷവും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ അപകടം പതിയിരിക്കുന്നത്. ആ അപകടം തന്നെയാണ് ഹാദിയയുടെ കാര്യത്തിലും നമ്മളിപ്പോൾ കണ്ടത്. ഏത് ഹാദിയയാണെങ്കിലും അവൾ അഖില തന്നെയാണ് അസ്തിത്വത്തിൽ. നിങ്ങൾക്ക് അവളെ മാറ്റാൻ പറ്റും, പക്ഷേ അവൾ അഖില തന്നെയായിരിക്കുന്നു. അവളുടെ DNA-യിൽ അവളുടെ ജീനിൽ എല്ലാം അഖിലയാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? അതുപോലെയാണ് മാധവിക്കുട്ടിയെ നിങ്ങൾ മതം മാറ്റിയല്ലോ. കൊല്ലത്തൊരു പള്ളിക്ക് വേണ്ടിയിരിക്കുന്നത് കമല സുരയ്യ മസ്ജിദ്. എന്താണിത്? അള്ളാഹുവിൻ്റെ പേരിൽ, പരമകാരുണ്യനായിട്ടുള്ള ദൈവത്തിൻ്റെ പേരിൽ അള്ളാഹുവിനെ എല്ലാവരും ബഹുമാനിക്കുന്നു. കാരണം അള്ളാഹ് എന്നതിൻ്റെ അർത്ഥം ദൈവം എന്നാണ്. ഞങ്ങളും നിങ്ങളും എല്ലാം എല്ലാ മതങ്ങളും വിശ്വസിക്കുന്ന ആ ദൈവം അള്ളാഹുവിനോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണിത്. ആ ഓരോ വ്യക്തിയുടെ പേരിൽ ഒരു പള്ളിക്ക് പേരിടുക എന്നാണ് നിങ്ങളുടെ ഇഷ്ടം. അതിലൊന്നും നമ്മൾ അതൊരു തെറ്റും കാണുന്നില്ല, നിങ്ങളതങ്ങനെ ആയിക്കോളൂ. പക്ഷേ അങ്ങനെ ചുരുക്കരുത്, അങ്ങനെ ചുരുക്കാൻ പാടില്ല. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. സനാതന ധർമ്മത്തിൻ്റെ ആ ഗൗരി ശങ്കര ശിഖരത്തിൽ നിന്നുകൊണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, ഒരു ജാതി ഒരു മതം മനുഷ്യൻ, ഒരു ദൈവം മനുഷ്യൻ, ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിനെയാണ് നിങ്ങൾ പല പേര്, ഞങ്ങളുടെ പേരിട്ട് ഞങ്ങൾ പറയുന്നു ഈശ്വരൻ എന്ന് പറയുന്നു, നിങ്ങൾ അള്ളാഹു എന്ന് പറയുന്നു. അതേ ഉള്ളൂ വ്യത്യാസം. ഈശ്വരന് നിരക്കുന്ന പ്രവൃത്തിയല്ല. ഇല്ല, അഖില എന്ന് പറയുന്ന ഒരാളില്ല, വരുന്നില്ല, നിങ്ങൾ മരിച്ചു, ഇപ്പോൾ വിടാൻ മനസ്സില്ല എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ക്രൂരത ഒരു തീവ്രവാദിക്ക് പോലും ഉണ്ടാവത്തില്ല, ഒരു ഉഗ്രവാദിക്ക് പോലും ഉണ്ടാവില്ല. ഉഗ്രവാദത്തിൻ്റെ പ്രക്ഷാളനം ചെയ്യപ്പെട്ട തലച്ചോറുള്ളവർക്ക് ഇങ്ങനെ സ്വന്തം മകളെ അമ്മ മരിക്കുന്ന സമയത്ത് ഒന്ന് അയക്കാതെ പിടിച്ചു വീട്ടിൽ തുറങ്കിലടയ്ക്കാൻ കഴിയുള്ളൂ. സംശയമൊന്നുമില്ലത്. ഇത് കേരളമെന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് തന്നെയാണ് കാശ്മീരിൽ പോയി ഭീകരവാദികളെ സഹായിച്ച ഒരുത്തൻ്റെ മയ്യത്തെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ഉമ്മയുള്ളത് ആ കേരളം. അതാണ് മാനുഷിക മൂല്യം എന്ന് പറയുന്നത്. മതങ്ങളൊക്കെ പിന്നെ വന്നതാണ്, മനുഷ്യനാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. മാനുഷിക വംശീയ വർഗീയ വിദ്വേഷങ്ങളെയല്ല നമ്മൾ പ്രോത്സാഹിക്കേണ്ടത്, മാനുഷികതയുടെ സ്നേഹം അത് കാണിക്കുന്നവരാണ് മുസ്ലിം മഹാഭൂരിപക്ഷവും. അതിലേക്ക് ആ പാലിലേക്ക് വിഷത്തുള്ളികൾ ചേർക്കുന്നവരാണ് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ വളരെ അദുക്തത്തിൽ വിഷത്തിൻ്റെ തുള്ളികൾ ചേർക്കുന്നു.